നിങ്ങളുടെ നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ മുറിവേൽപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആ വീട്ടിൽ തന്നെ തുടരും. ആത്മാവിന് മുറിവേൽപ്പിക്കണം വെച്ചാൽ നിങ്ങളുടെ വെടിത്തം തെറ്റാന്ന് മനസ്സിലാക്കി, അന്ധവിശ്വാസം മനസ്സിലാക്കി നിങ്ങൾ ഹിന്ദുസ്, മുസ്ലിംസ്, റോമൻ കാത്തലിക്സ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ആത്മാവിനാണ് മുറിവേൽപ്പിക്കേണ്ടത്. ആ രീതിയിൽ വരുമ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ചോദിക്കുമ്പോൾ. മുഖത്തൊക്കെ ചോദിക്കുമ്പോൾ 10 മീറ്റർ 100 മീറ്റർ അകലെ പറയുമ്പോൾ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യം? ഉള്ള കാര്യങ്ങൾക്ക് അറിയാം. അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് തലയ്ക്ക് മെറ്റീരിയലിസ്റ്റിക് സുഖമായിട്ട് കൊണ്ട് നടക്കണേ, തലയ്ക്ക് സുഖം പോയി സ്വയം ചികിത്സ നേടുമെന്ന് പറയണം. അത് വരും, അങ്ങനെ ഒരു കാലം വീണ്ടും വരും. ഇത്രയൊക്കെ വന്നിട്ടും മനസ്സിലാക്കാത്തത് പുതിയതിനെ കാണുക, പുതുക്കാൻ ശ്രമിക്കുക, പുതിയതിനെ കാണുക, പഴയതിനെ അനുകരിക്കണമല്ലേ, പഴയത് പോയി പുതിയതാവാൻ ശ്രമിക്കുക. പുതിയതുമായിട്ട് സെലക്ട് ചെയ്യുന്നതും പഴയതിനെ അവഗണിച്ച് കളയുന്ന വ്യത്യാസമുണ്ട്. പഴയതെന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ കൊറോണ വന്നു, വയനാടൊക്കെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ്. അത് കേരളത്തിലും അല്ലെങ്കിൽ വേറെ എവിടെയായാലും പള്ളിയൊക്കെ കൂട്ടിയിടുന്നത് 2.5 വർഷം, അല്ല വയനാട്, ഇതൊക്കെ അതൊക്കെ വരുന്നത് ഒരു പ്രത്യേക രീതിയിൽ വരണം. ഒരു സമയത്ത് അറിയിക്കാണ്ട് പെട്ടെന്ന് പബ്ലിഷ് ചെയ്ത് എല്ലായിടത്തേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് വരണതാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ എല്ലാം അറിയാം. പിന്നെ അറിയാത്ത പോലെ കാണിച്ചിട്ട് കാര്യമുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരും എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കണമെങ്കിൽ തോന്നണമില്ല. എന്നെ അറിഞ്ഞിടത്തോളം മതി. എന്നെ എല്ലാവരും അറിയിക്കണമെന്ന് നിർബന്ധമില്ല. അറിയില്ല എന്ന് പറയുന്നത് എനിക്ക് സന്തോഷം. അറിയില്ല എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഉത്തമമായിട്ട് തോന്നണം. അങ്ങനെ തന്നെ നിന്നോ. എന്നിട്ട് നിങ്ങൾ കുട്ടി വാങ്ങിച്ചോ. പിന്നെ കുട്ടി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഈ അപ്പോൾ വെഡിത്തത്തിൽ ഉറച്ച് നിന്ന്, അപ്പോൾ എന്തെങ്കിലും ഉറച്ച് നിൽക്കടി കൊണ്ടുവന്നായാലും അല്ലെങ്കിൽ നിങ്ങൾ കാണ്ടടിച്ച് പൊട്ടിക്കുന്നു. അതൊരു ആഭരണമായിട്ട് പറയണേ. അപ്പോൾ നിങ്ങൾ പോകുന്നു, മനസ്സിലാക്കാൻ ശേഷിയില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഹിന്ദിക്കാർ മലയാളികൾ തമ്മിലടിച്ച് ഉല്ലുകളാക്കുക തമ്മിൽ. ഇതുകൊണ്ട് ഞാൻ ഹിന്ദി പറയണല്ലേ. കൊങ്കണി എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദി പറയണല്ലേ. ഏത് പടുപടികൾ പഴകിയവർ പല രീതിയിൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ടാവും. ഞാൻ ഹിന്ദി വീട്ടിലോ സംസാരിക്കാറില്ല, പുറത്ത് സംസാരിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഹിന്ദിക്കാർക്കാണ് മലയാളം സംസാരിക്കേണ്ട, മലയാളം മുഖത്തോക്കി സംസാരിക്കാൻ പഠിക്കുക. അങ്ങനെ എന്താ കാര്യം? നിങ്ങൾ വേറെ ഏത് വെഡിയും സ്വപ്നം കണ്ട് പഴകിയവരെ അനുകരിച്ച് നടക്കണവരെ എനിക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു മലയാളം പറഞ്ഞിട്ടില്ല, മലയാളം എഴുതി പഠിച്ചിട്ടില്ല. വീട്ടിലത്തെ അനിയന്മാരായിരിക്കും, പല രീതിയിൽ ചിടുങ്ങളായിരിക്കും. അവർക്ക് വേറെ രീതിയിൽ നിങ്ങൾ ഹിന്ദിക്കാരോട് മലയാളത്തിൽ സംസാരിച്ചിട്ട് എന്താ കാര്യം? മനസ്സിലായ? ഹിന്ദിക്കാരായിട്ടോ മലയാളി പറയണ വെഡിത്തത്തിന് ഗ്രൂപ്പിലിട്ട് ആരെയും ജീവിതത്തോട് വെറുപ്പായിട്ട് കൂട്ടി കഴിച്ച് നടക്കണവരായിട്ട് എനിക്കൊരു ബന്ധമില്ല. നിങ്ങൾ വേറെ വെട്ടികളെ സ്വപ്നമാണ്. അവരിത് പറയുമോ? ഇല്ല. അവർ മുസ്ലിംസ് വെഡിത്തത്തിനെതിരായിട്ട് പറയുമോ? തമ്മിൽ അടികൂടാണ്. റോമൻ കാത്തലിക്സ് തെറ്റാന്ന് അവർ പറയുമോ? ഇല്ല. അത് ബൈബിൾ അവർ വായിക്കാത്ത കാരണം അത് ചെയ്യാൻ വിചാരിച്ചിട്ടിരിക്കുകയാണ് എല്ലാവരും കൂടി. ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സും തമ്മിൽ കുഴി ചാടിച്ച് ഇല്ലാണ്ടാവേണ്ട രീതി എത്തുമ്പോൾ എല്ലാം മനസ്സിലാവും. എന്നുവെച്ചാൽ സൂപ്പർഫിഷ്യൽ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. എല്ലാ പാട്ടും മ്യൂസിക്കൊക്കെ കേട്ട് നടന്നിട്ട് ഞാനത് കേൾക്കുന്ന ഒരു രീതിയിൽ കേൾക്കണം. അത് മനസ്സിലാക്കിയിട്ട് അതിൽ വെഡിത്തം മാറ്റാണ്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ? ആ വെഡി തന്നെ റിപ്പീറ്റ് ചെയ്ത് കുട്ടി വാങ്ങിയിട്ട് കാര്യമുണ്ടോ? അത് വേണ്ട എന്നെ പറയരുത്. അതുപോലെ എൻ്റെ വീട്ടുകാരായാലും ആരായാലും അറിയണവരായാലും 10 മീറ്റർ 100 മീറ്റർ അകലെയാണ് പറയണത്. അത് മുഖത്തോക്കി പറഞ്ഞിട്ടില്ല ഇതുവരെ. മുഖത്തോക്കി പറയില്ല എന്നറിയാം. അതുപോലെ എന്തെങ്കിലും ബോയിന് ഗേളിനെ ക്യാമറ കണക്ഷൻ വെച്ചാലും പെർമിഷൻ ഇല്ലാണ്ടാണെങ്കിലും എന്താണെങ്കിലും അത് ക്രൈം തന്നെയാണ്. അതിനുള്ളത് ഞാൻ തിരിഞ്ഞ് നോക്കണില്ലല്ലോ. അപ്പം നിങ്ങളിൽ മൊബൈലിൽ ഉള്ള കാര്യം ഇല്ലാത്ത പോലെ ആക്കാൻ പറ്റുമോ? അത് അപ്പോൾ ഞാൻ പറയുന്നത് എവിടെയാണ് നിങ്ങൾ ഫോണിലാക്കി റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം. നിങ്ങൾ എന്തൊക്കെ സംസാരിക്കും ഞാൻ നോക്കുമ്പോൾ ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾ അതിൻ്റേതുള്ള രീതിയിൽ സംസാരിക്കുക, മനസ്സിലാക്കുക, പറഞ്ഞു തരുമ്പോൾ മാറാൻ പഠിക്കുക. പിന്നെ ഈ മന്ദബുദ്ധികൾ, തള്ളി മന്ദബുദ്ധികൾ, പക്വതയില്ല. മക്കളെ എങ്ങനെ ഉണ്ടാവണം, ചിടുങ്ങുകളെ വരെ മന്ദബുദ്ധികളായിട്ട് നിരങ്ങി നീക്കി സ്കൂളിൽ യൂണിഫോം ഇട്ടിട്ട് എന്തൊക്കെ വൃത്തികേട് ആവശ്യമാണെന്ന് എന്തറിയാം. യേശു എന്ന് പറയണം. യേശുന്ന് പ്രൂഫ് ഉണ്ടാവില്ല, വേറെ പേരില്ല വരിക, ടൈം അനുസരിച്ച് വരിക എന്നറിയാം. പക്ഷേ യേശുവിടെ വരുവിന് പ്രൂഫില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് പ്രതിമയുടെ മാലയും മോതിരിട്ട് നടക്കണ, മുടി വളർത്തി ഡ്രഗ് അഡിക്ട്സിനെ ഒരു യേശു എന്ന് പറയും. യേശുവിടെ പണി ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണമായിരുന്നു പണി. അപ്പോൾ നിങ്ങൾ വെഡിത്തന്നെ റിപ്പീറ്റ് ചെയ്യുക. റോമൻ കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസും ശരിയല്ല എന്നറിയാം. അത് യഹൂദിയരായിട്ട് ചേർന്ന് പോകുന്നതല്ല. യഹൂദിയ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ഇതാണ്. ക്രിസ്ത്യാനിറ്റി അത് റിലീജിയനല്ല, ഗോത്രം.
അത് മൂപ്പനാണുള്ളത്, റിലീജിയനല്ല, ഗോത്രം മൂപ്പനാണുള്ളത് തലവനായിട്ട്. അവർ യഹൂദിയ ക്രിസ്ത്യാനിറ്റി അത് റിലീജിയനാവാൻ സാധ്യത ഉണ്ടാവേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ റോമൻ കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസും അത് വിചാരിച്ചിരിക്കുന്നത്, അത് വിഡ്ഢികൾ വിചാരിച്ചിരിക്കുന്നത് റിലീജിയനാണ്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക, അത് ഡിവൈൻ സാൽവേഷനാണ്. അതിനൊരു സമയം വരുമ്പോൾ അത് പൊട്ടി മുളച്ചിട്ടുണ്ട്. ഇനിയും അതിൻ്റെ ഒരു ബ്ലൂം ചെയ്യണ ഒരു അവസ്ഥ വരും, റാപ്ചർ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കണം എന്ന് ഒരു ആഗ്രഹവും ഇല്ല. നിങ്ങളെ എന്നെ അറിയണം എന്ന് എനിക്കൊരു നിർബന്ധമില്ല. നിങ്ങളെന്നെ അങ്ങനെ വിളിക്കേണ്ടത് എനിക്ക് തോന്നുന്ന കൂടിയില്ലല്ലോ. നിങ്ങൾ സമയം കളയാണ്ട് പോകാൻ നോക്കാൻ പറയണം ഞാൻ. നിങ്ങൾ സമയം കളയാണ്ട് പോകാൻ നോക്ക്. ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ആരും ചെറിയ പിള്ളേരും സമപ്രായക്കാരും ആരെങ്കിലും പറഞ്ഞ് നടന്നിട്ടില്ല, സൂക്ഷിച്ച വാക്കുകൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് പറഞ്ഞാലും 10 മീറ്റർ 100 മീറ്റർ അകലെ പറയണതാണ്. ഇങ്ങോട്ട് മുഖത്ത് നോക്കി പറയില്ലെന്നറിയാം, എന്നെക്കുറിച്ച് പറയില്ലെന്നറിയാം. എന്നെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സ്വയം മെഴുകാണ്ട് പോകാൻ നോക്കാൻ പറയണേ. സ്വയം മെഴുകാണ്ട് ചാവാൻ നോക്കണം. സ്വയം മെഴുകാണ്ട് ചാവാൻ നോക്കാൻ പറയണേ. അതായത് നിങ്ങൾ എന്തെങ്കിലും ഇരന്ന് കുട്ടി വാങ്ങി ചത്തിട്ട് പിന്നെ എന്നെ പറയരുത്. ഹിന്ദിക്കാർ മലയാളികളെ ഉല്ലുകൾ തമ്മിൽ ഗലത് ഫാമി ഫെയിലാ ചെയ്യുക, ഉല്ലുകളാക്കുക. ഹിന്ദിക്ക് അധികം പറയാറില്ല, ഹിന്ദി ഞാൻ പറയാറില്ല വീട്ടിൽ. അപ്പോൾ നിങ്ങൾ വേറെ ഏതോ ഹിന്ദി കാണ്ടുകളും മലയാളി കാണ്ടുകളും മലയാളി കുണ്ടന്മാരും കന്നഡ ഗുഡ്ക കാണ്ടുകളും ഇതൊക്കെ പറയുമോ? അതാണ് ഉറച്ചു നിൽക്കടി കുണ്ടനായർ, എന്തെങ്കിലും ഉറച്ചു നിൽക്കടി കുണ്ടനായർ, അല്ലെങ്കിൽ നിന്റെ കാണ്ടടിച്ച് പൊട്ടിക്കുന്ന ജസ്റ്റ് പറഞ്ഞാൽ മതി. നിങ്ങൾ അവിടെ നിന്ന് പോവും. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക, നിങ്ങളുടെ ഒരു വിവരമില്ലായ്മ എനിക്ക് നിങ്ങളെ എല്ലാവരും അറിയിക്കണമെന്ന്, എന്നെ അറിയിപ്പിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അറിഞ്ഞിടത്തോളം മതി. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ലല്ലോ എന്നാണ് പറയണത്. അപ്പോൾ നിങ്ങളെയും എനിക്ക് അറിയില്ല ഏട്ടാന്ന് പറയണേ. ചിലപ്പോൾ മുടി വെട്ടിയതുകൊണ്ടാവും അറിയാത്തത്, മുടി വളർന്നുകൊണ്ട് പിന്നെ അറിയാത്തതോ, അത് സ്വാഭാവികം, ക്വൈറ്റ് നാച്ചുറലാണത്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ ആ രീതിയിൽ പോകണം. അപ്പോൾ അങ്ങനെയുള്ളവർ നല്ല രീതിയിൽ ആ പാട്ടും അതൊക്കെ വരുമ്പോൾ മലയാളം പറഞ്ഞ് എഴുതി പഠിച്ചിട്ടുള്ള ഹിന്ദിക്കാർ, അവർ ഗുഡ്ക കഴിക്കണ ഹിന്ദികളും എന്നെ നിങ്ങളങ്ങനെ വിളിക്കേണ്ടത് തോന്നണില്ലല്ലോ. അതുകൊണ്ട് സമയം കളയാണ്ട് പോകാൻ പറയണേ. അധികം എഴുതാണ്ട് പോകാൻ നോക്കാൻ പറയണേ നിങ്ങളോട്. അതുകൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ വെള്ളം കുടിച്ച് ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് സ്വന്തം ശരീരത്തിനുള്ളിൽ കടകൾക്ക് ആടാക്കണു. നിങ്ങൾ തലങ്ങും വിലങ്ങും കെട്ടണു. നിങ്ങൾക്ക് എങ്കിൽ ശരി വന്ന് പല്ല് മൊത്തം കൊഴിഞ്ഞു പോകും. എൻ്റെ ഇപ്പോൾ തോന്നുന്നു ഇൻടാക്റ്റ് തുന്നി കെട്ടിയിട്ട് പിന്നീട് പല്ല് തേച്ച് ശുദ്ധിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് എനിക്ക് തല്ലുകൊള്ളണില്ലേ, ഒന്നും ചെയ്യണില്ലേ, ഞാൻ കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കണില്ലേ. എൻ്റെ ശരീരം എപ്പോഴും ഇൻടാക്റ്റും നല്ല ചൊടിയോടെ ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെയാണ് ഒരു വളഞ്ഞൊരു വയസ്സ് കൂടെ തോന്നും. ഞങ്ങളുടെ വയറും പല്ല് കൊഴിഞ്ഞ് പോകണം. എൻ്റെ അനിയന്മാരെയൊക്കെ കണ്ടറിയാം, വായിൽ 10 മാത്രം 10 പല്ല് ബാക്കിയുള്ളൂ. എനിക്ക് എല്ലാ പല്ലും ഇൻടാക്റ്റാണ്. അപ്പോൾ ശരീരം മൊത്തം വേറെ ആകൃതിയാവണം. ഒരു രീതിയിലൊരു സിമെട്രി SYMMETRY നടക്കണം എൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ മുസ്ലിംസും പറയുന്നത് റോമൻ കാത്തലിക്സ് ശരിയാണെന്നാണ് പറയണത്. വെച്ചാൽ ബൈബിൾ വായിക്കാത്ത കാരണം. റോമൻ കാത്തലിക്സ് ചെയ്യുന്ന പടുപെട്ടിത്തരാന്ന് അറിയാം. മുസ്ലിംസ് ഹിന്ദുസ് റോമൻ കാത്തലിക്സ് തമ്മിൽ കുഴിച്ചാടിച്ചുകൊണ്ടിരിക്കുക. ഹിന്ദിക്കാർ മലയാളികളെ കുഴിച്ചാടിക്കണ പോലെ, മലയാളികൾ ഹിന്ദിക്കാർ കുഴിച്ചാടിക്കണ പോലെ ഏതെങ്കിലും രീതിയിലൊക്കെ കിട്ടുന്നുണ്ട്. ഇനിയും കിട്ടും. ഇത്ര നാൾ കിട്ടും പഠിച്ചിട്ടില്ലേ. പള്ളി വരെ പൂട്ടിച്ചിട്ട് 1 മിനിറ്റൊന്നല്ല 2.5 വർഷം പൂട്ടിച്ചു. പള്ളിയിലൊന്നും പോകാത്ത കാലം വരും. അതൊക്കെ പറയും. വീണ്ടും ആ വീട്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്യണം. പള്ളികളായാലും ഏത് ടെമ്പിളായാലും ഏത് പൂരം എന്തായാലും പൂട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാ വൃത്തികെട്ട സ്ഥലം, കള്ള് കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നവരുടെ, ബീഡി വലിച്ച് നടക്കുന്നവരുടെയും ട്രാൻസ്ജെൻഡറും അവരൊക്കെ ഇത് പറയുമോ? ട്രാൻസ്ജെൻഡർ അവർ കുടിച്ചിലൊക്കെ കേട്ട് ജീവിക്കാൻ ധൈര്യമില്ല, ജീവിക്കാൻ അർഹതയില്ലാത്ത പോലെ, ജീവിതത്തോട് വെറുപ്പുണ്ടായിട്ട് ജീവനുള്ള ദൈവത്തോട് അപമാനിക്കണ പോലെ ഇത് ട്രാൻസ്ജെൻഡറിങ് സ്നേഹിക്കാം, പങ്കുവയ്ക്കാം. പക്ഷേ ഇവർ ആരാധിക്കാൻ പാടുമോ? സ്നേഹിക്കാം, പങ്കുവയ്ക്കാം, വീട്ടുകാരെയും എല്ലാവരെയും പങ്കുവയ്ക്കാം, സ്നേഹിക്കാം, സത്വോപദേശങ്ങൾ പകരാം, സ്ട്രോങ് വചനങ്ങൾ പകരാം, രുചികരമായ സംഭാഷണങ്ങൾ ചെയ്യാം, ഭക്ഷണങ്ങൾ പങ്കുവയ്ക്കാം, ആൽക്കഹോളിക് ഇല്ലാത്ത പാനീയങ്ങൾ പങ്കുവയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പങ്കുവയ്ക്കാം. അതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറയുകയാണ്. തിരികെ പറ്റി മെറ്റീരിയലിസ്റ്റിക്കായൊന്നും പ്രതീക്ഷിക്കാണ്ട് തിരിച്ചവരുടെ വെഡിത്തം മാറുമെന്ന് പ്രതീക്ഷ വേണ്ട. അപ്പോൾ അങ്ങനെ കുറേ അഡോൾഫ് ഹിറ്റ്ലറും, അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലറൊക്കെ ദൈവമായി ആരാധിക്കണ പോലെയാണ്. അഡോൾഫ് ഹിറ്റ്ലർ ചെയ്തത് ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത്, തെറ്റാണ്. അഡോൾഫ് ഹിറ്റ്ലർ പോലത്തെ സിനിമകൾ അഭിനയിക്കണ മൂമനും മമ്മൂട്ടി ഷിജിനൊക്കെ ഫേക്ക് പേരുള്ളവരാണ്. അത് ഈ ട്രാൻസ്ജെൻഡറും ഫേക്ക് കക്കോൾഡിനെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും കുട്ടികളെയും ചിടുങ്ങളെയും പിന്നെ ഇപ്പോൾ ജനറ്റിക് ഡിസോർഡർ ഉള്ളവരെ കൈയും കാലും 10 കാല് തലയുള്ളവരെയും മൃഗങ്ങളെയൊക്കെ ആരാധിച്ച് നടക്കുന്നവരാണ്. കുറേ കഥാപാത്രങ്ങൾ, എത്ര കഥാപാത്രങ്ങളുണ്ട് ഇപ്പോഴും. കുറേ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പഴയ വെട്ടിത്തരം മാറാൻ പറ്റിയിട്ടില്ലേ? നശ്വരമായി ആരാധിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല.
അപ്പോൾ ശരിക്കുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരില്ല. ഏത് ട്രാൻസ്ജെൻഡർ ഇത് പറയണം, ഏത് കക്കോൾഡ, ഏത് ഹിന്ദുസ്, മുസ്ലിംസ്, റോമൻ കാത്തലിക്സ്, ഏത് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണ, ഗുഡ്ക കഴിച്ച് നടക്കണ ഹിന്ദി കാണ്ടുകളോ മലയാളി കുണ്ടന്മാരോ ആരത് പറയുന്നത് നന്നാക്കണേ? ആര് പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ ആരെങ്കിലും ഫേക്ക് പേരുള്ള ഫേക്ക് ബർത്ത് റേറ്റ് മാറ്റണം, അവർ ഇതിനെ ആരാധിച്ച് ജീവനുള്ള ദൈവത്തെ അപമാനിച്ച് സ്വന്തമായിട്ട് അവർക്കൊന്നുമില്ല. ഷിജിന, മാമുക്കോയ, മൂമന, കള്ളു കുടിച്ച് ഡ്രഗ് അടിച്ച് വേശ്യകളുടെ ഒപ്പം പെണ്ണന്മാരാ, പ്രഗ്നൻസി അബോർഷനായി നടക്കണ, ഡ്രഗ്സ് അടിച്ച് കുടിച്ച് നടക്കുന്നവർ കേരളത്തിൽ മാത്രം, വേൾഡ് മൊത്തം എടുത്ത് നോക്കേണ്ടവരില്ല, എല്ലായിടത്തും ഉണ്ട്. നോർത്ത് ഇന്ത്യ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഇത് പറയൂ? അവർ കുടിച്ചിട്ടടിച്ചിട്ട് ജീവിതത്തിൽ വെറുപ്പായിട്ട് അങ്ങനെ ഇരിക്കും. ഒരു രീതി, ഒരു സ്ഥിരത അല്ലാണ്ട് അത് ജീവിക്കാൻ ധൈര്യമില്ലാത്തവരാണ്, ജീവിതത്തോട് വെറുപ്പുള്ളവർ. അപ്പോൾ അതങ്ങനെയല്ല. അപ്പോൾ എനിക്കങ്ങനെ ഒരു വൃത്തികെട്ട കാര്യമൊന്നും ആരും തന്നിട്ടില്ല, ആരും ചോദിച്ചു തന്നിട്ടില്ല. ഡ്രഗ് അഡിൻ്റെയോ കള്ള് കുടിക്കണതിൻ്റെയോ ഗുഡ്കയുടെ പാക്കറ്റ് തുമ്പ് വരെ ഞാൻ തൊട്ടിട്ടില്ല. അപ്പോൾ അതല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുഡ്ക കഴിച്ച് നടക്കണവരും ഗുഡ്ക കാണ്ടുകളും മറ്റു കാണ്ടുകളും മലയാളി കുണ്ടന്മാർ ഇത് പറയുമോ? അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറും ഹിജടകളും ഇത് പറയുമോ? ഇല്ല. അപ്പോൾ നിങ്ങളെ വെഡിത്താണ് പറയണത്. വെഡിത്തം മനസ്സിലാക്കുക. എനിക്കെന്ന് വെച്ചാൽ തൊലി സർക്കംസിഷൻ വലിയ ഇതായിട്ടിരിക്കുക, തെങ്ങ് പോലെ. അപ്പോൾ അതിങ്ങനെ തൊലി പുറത്തൊക്കെ ഇറങ്ങാണ്ട് 24 വയസ്സിൽ 2012 സർക്കംസിഷൻ ചെയ്തു. 1 വയസ്സിലൊക്കെ 8 മാസം ചെയ്യണ പോലെയല്ല. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്താ ഒരു ഇതില്ല, എനിക്ക് എന്തൊരു സ്ഥായിയായി നിൽക്കണ പോലെ. എന്താണെന്ന് വെച്ചാൽ പണ്ട് കക്കോൾഡ് പറയണ ചെറിയ പ്രായത്തിൽ അങ്ങനെ തോന്നിക്കണല്ലേ, അങ്ങനെയൊന്നും ഇപ്പോൾ നിമ്മിയാണ് ആരെങ്കിലും എനിക്കങ്ങനെ തോന്നണ രീതിയില്ല. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങോട്ട് റെസ്പോണ്ട് വേണ്ട, ഇങ്ങോട്ട് പെൺപിള്ളേർ സംസാരിക്കണില്ല. ഞാൻ പെൺപിള്ളേരെ ആവശ്യമില്ലാത്ത രീതിയിൽ തൊട്ടിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു വൃത്തികെട്ട ജീവിതത്തോട് വെറുപ്പുള്ള ചിന്താഗതി ഇല്ല, അങ്ങനെ ഒരു അടിയോട് വരേണ്ട രീതിയില്ല. അപ്പോൾ അങ്ങനെ കള്ളു കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നവർ ഇപ്പോൾ ഇവരാണ്, അവരൊക്കെ വീട്ടിലെ അനിയന്മാരാണ്, അവരിത് പറയുമോ? അവരൊക്കെ ഫിഷറായി ആരൊക്കെ? അപ്പോൾ അങ്ങനെയുള്ളവർ പറയില്ല. അങ്ങനെയുള്ളവർ കുടിച്ച് ഡ്രഗ് അടിച്ച് ലക്ക് കെട്ട് നടന്നിട്ട് ആ ഒരു വെഡിത്തം പടുപെട്ടിയുടെ ഉപദേശം ചോദിച്ചിട്ട് ഹിന്ദുക്കൾ മൊത്തമാണ് ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിൽ നിന്നിട്ട് 2000-3000 വർഷം മുമ്പ് ബൈബിൾ എഴുതിയത് അത്ര. ഹിന്ദുക്കാരവിടെ പോയിട്ടില്ല. ഇപ്പോൾ ജൂയിഷ് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ജീൻസൊക്കെ വരെ വ്യത്യാസമുണ്ട്. ഹിന്ദുസിലേക്ക് മാറി ക്രിസ്ത്യാനും ജൂയിഷും മാറിയവർ പിന്നെയും ബാംഗ്ലൂരും വൃത്തിയുടെ സ്ഥലത്ത്, എനിക്ക് ആ സ്ഥലങ്ങൾ ഇഷ്ടമല്ല. അതാണ് തോൽക്കാൻ പിടിച്ച മുഖം എന്ന് പറയുന്നത്, ജയിക്കാൻ വകയില്ലാത്ത മുഖം. മെറ്റീരിയലിസ്റ്റിക് ജയം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല, അത് അശ്വരമായതിനെ ആരാധിച്ചിട്ട് കാര്യമില്ല. അതിൽ വേറെ ആത്മാവ് പുനർജന്മം എന്നുള്ളത് മിഥ്യാധാരണയാണെന്ന് അവർക്കറിയാം. പുനർജന്മം എന്നത് അന്ധവിശ്വാസമാണ്. പുനരുത്ഥാനം ഉണ്ടെന്നുള്ളത് അത് റിസറക്ഷൻ, ഫിസിക്കൽ റിസറക്ഷൻ എന്നുള്ളത് മെറ്റീരിയലിസ്റ്റിക് അല്ല അത്. അപ്പോൾ ആ രീതിയിൽ വളർന്നു വരുമ്പോൾ അവരുടെ സാക്രിഫൈസിൽ ഇസഹാക്കിൻ്റെ ഓർഡറിൽ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പടുപടിയുടെ ഉപദേശം ചോദിച്ച് സ്വന്തം വീട്ടിലായിരുന്നു കുട്ടി വാങ്ങിയ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകും പടുക്കൻ ഫാമിലിയോട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 90 വയസ്സായി മോഹൻലാൽ അമ്മയ്ക്ക് പണ്ടേ 25 വർഷം മുമ്പ് ചത്തുന്ന ഞാൻ വിചാരിച്ചത്, 30 വർഷം മുമ്പ് അല്ല. അവർ ഇപ്പോൾ 90 വയസ്സായിട്ട് ഈ വർഷം 2025 അവസാനം മരിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറേ പേര്, അങ്ങനെയുള്ളവർ അവരുടെ മുകളിലൊരു അവരുടെ ശവടക്കത്തിൻ്റെ അടുത്ത് ഇരിക്കേണ്ടായിരുന്നു മോഹൻലാലിൻ്റെ പോലെ. ഇങ്ങനെയുള്ളൊരു പല വേസ്റ്റുകളുണ്ടാക്കി മെറ്റീരിയലിസ്റ്റിക് മണ്ടൻ ഡയലോഗ് കൊടുത്ത് പറഞ്ഞ് റോങ് ഇൻഫർമേഷൻ കൊടുത്ത് ആൾക്കാരെ വെഡ്ഡികളാക്കാം. ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല, തന്നെ വെഡ്ഡികളാക്കാം. അതിൽ വല്ല കാര്യമുണ്ട്? നശ്വരമായി ആരാധിക്കണവരെ ഇതൊക്കെ ഉണ്ടാക്കി വേസ്റ്റുകളുണ്ടാക്കി 10 ഡേക്കേഡ് ഒരു മെറ്റീരിയലിസ്റ്റിക് അവാർഡ് മേടിച്ച് 10 ഡേക്കേഡ് കഴിഞ്ഞാൽ 10 വർഷം ആരും ഒരു നോക്കാൻ പോകണല്ലേ, മുഴുവനായിട്ട് സിനിമ കാണാൻ പോകുന്നില്ലേ? മരിച്ചവരോ ഫേക്ക് പേരായിട്ട് മരിച്ചവരോ ഫേക്ക് ബർത്ത് ഡേറ്റ് വെച്ച് ഡൈവോഴ്സ് ചെയ്തവരെയോ ആരും തിരിഞ്ഞ് നോക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനായി വേസ്റ്റുകൾ ഉണ്ടാക്കണം? മെറ്റീരിയലിസ്റ്റിക് ഡയലോഗുകൾ, മണ്ടൻ ഡയലോഗുകൾ പറയിപ്പിച്ച് അതിനോട് ആരും പറയിപ്പിക്കാറില്ലേ? അപ്പോൾ എന്നെ അറിയാം എല്ലാവർക്കും, ആരെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ അയാളുടെ ഏതെങ്കിലും ഹിന്ദി കാണ്ടുകൾ ഇത് പറയുമോ? അല്ലെങ്കിൽ മലയാളി കുണ്ടന്മാർ ഇത് പറയുമോ? അപ്പോൾ അങ്ങനെയുള്ളവർ ഹിന്ദിക്കാർ തമ്മിൽ വിഡ്ഢികളാക്കുക, ഗുഡ്ക കഴിച്ച് നടക്കണ വിഡ്ഢികൾ ഇത് പറയുമോ? ഇല്ല. അപ്പോൾ വിവരമുള്ള സംസാരം എങ്ങനെ ചുണ്ടിന്ന് വരണം പറയാം. സിഗരറ്റ് വെച്ച് പുക വരില്ല, അങ്ങനത്തെ എനിക്ക് പുക വരണ്ട, എനിക്ക് വരില്ല വരാനുള്ള രീതിയില്ല. അപ്പോൾ സാധാരണ ഇതിൽ കാണിക്കുമ്പോൾ അപ്പോൾ ചൂളം വലിക്കില്ല. അപ്പോൾ അതൊക്കെ ഒരു അതൊക്കെ വരുമ്പോൾ ആ ഒരു രീതിയിൽ പോലൊക്കെ വരുമ്പോൾ
ഒരു രീതിയിലൊരു നല്ലൊരു ഇതിൽ വരണതാണ്. അപ്പം അങ്ങനെ ഓൺലൈൻ ബാത്റൂമിൽ പോകാത്തതൊക്കെ ഉണ്ടാവും, സർക്കംസിഷൻ ചെയ്തിട്ടുള്ള പേരൻസ് പോകാൻ 9 വർഷം 10 വർഷം 30 വർഷമായിട്ട് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്തവരാണ്. തുമേ ഒല്ലു ബനാരായവോ അല്ലെങ്കിൽ ജലത് ഫാമിലി ഫെയിലാരായവോ, അത് വേറെ രീതിയിൽ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ അറിയാം. തമിഴ്ക്കാരോട് തമിഴ് അറിയില്ലെങ്കിൽ മലയാളം അറിയില്ലെങ്കിൽ ഇംഗ്ലീഷിലെ വേറെ ലാംഗ്വേജ് സംസാരിക്കേണ്ടത്, ഹിന്ദിയിൽ സംസാരിക്കും. അതങ്ങനെയായിട്ടല്ല, സാധാരണ രീതിയിൽ സംസാരിക്കണം. അപ്പോൾ ആ രീതിയിൽ പറയുമ്പോൾ സാധാ രീതിയിൽ പോകണം. അപ്പോൾ സാധാ രീതിയിൽ പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിന്ന് റെസ്പെക്റ്റ് ഇല്ലാണ്ട്, വാല്യൂ ഇല്ലാണ്ട്, സാധാ ജോലി ചെയ്യണ പോലെ വാല്യൂ ഇല്ലാണ്ട് നക്കപ്പിച്ച സാലറിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തിരികെ ഒന്ന് പ്രതീക്ഷിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യുക. അത് ലവ് ആണെങ്കിൽ ഏതാണ് റിലീജിയൻ, ഏഷ്യക്ക് റിലീജിയൻ ഇല്ല. അപ്പോൾ മറ്റേ ജൂവിഷ് ആൾക്കാരിൽ നിന്ന് ഇംഗ്ലീഷുകാർ പിന്നെ 16th സെഞ്ചുറിയിൽ പേരിട്ടതാണ് യഹൂദിയർ. എന്താ ചെയ്തത്? യഹൂദിയർക്ക് എഴുതി വെച്ച പോലെ പറയണം. അപ്പോൾ ഗബ്രയാണോ മറ്റേതാണോ എനിക്കെന്ന് പറയാം, യോസഫിൻ്റെ മോനാണോ ഫെയ്ത്ത്ഫുള്ളായിട്ട് കല്യാണത്തിന് മുമ്പ് സ്വീകരിച്ചു, എന്തായാലും ഉപേക്ഷിച്ചില്ല. അതിൻ്റെ മുന്നോടിയായിട്ട് യേശു എന്ന് പേരിടണം. ഏഞ്ചൽസ് തന്നെ ഇപ്പോൾ പറയണം പേരിടാൻ, അത് മനുഷ്യരാണ് ഏഞ്ചൽസ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കൃഷിക്കുക. അവരുടെ മുതൽക്കൂട്ടായി. എന്നുവെച്ചാൽ അവർ 1700 വർഷം മുമ്പ് സാക്രിഫൈസൊക്കെ നിർത്തി. പാതിരികളെ കൊണ്ട് ആവശ്യമില്ല. പാതിരികൾക്ക് സാലറി കൊടുക്കുന്നത് നിർത്തി, പാതിരികൾ നിർത്തി. എല്ലാ പള്ളിയിൽ പോകുന്ന ഇതൊക്കെ നിർക്കും പറഞ്ഞാൽ പള്ളിയിൽ പോകണ രീതി നിർത്തി. അപ്പോൾ പള്ളികളൊക്കെ ബോംബിട്ട്, ഇപ്പോഴത്തെ പള്ളികളൊക്കെ 10 ബോംബിട്ട് കഴിഞ്ഞാൽ മനസ്സിലായി ഇതൊക്കെ വിഡിത്തമായിരുന്നു, നിർത്തേണ്ട സമയമായിരുന്നു. ബിംബങ്ങൾ ആരാധിക്കുന്നത് തേവിടിച്ച് തരാമെന്ന് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, അതൊക്കെ നിർത്തേണ്ട സമയമായിരുന്നു പിന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഈ അത് ജൂവിഷ് യഹൂദിയർ ചെയ്ത് തെറ്റല്ലല്ലോ. അവരൊക്കെ ബ്രസീലിൽ നിന്നും ജപ്പാനിൽ നിന്നും വന്നാലും അവിടെ സാക്രിഫൈസ് ചെയ്യിപ്പിക്കില്ല. ഇസഹാക്കിന് പകരം യേശുവിനെ സാക്രിഫൈസ് ചെയ്യിപ്പിച്ചത് നല്ല രീതിയിൽ വന്നതാണ്. അപ്പോൾ ആ രീതിയിൽ തുനിഞ്ഞിറങ്ങിയതാണ് സ്വർഗത്തിൽ നിന്ന്. ഇപ്പോൾ പറയണ പോലെ ഒരു ഭൂമിയുടെ തലത്തിലേക്ക്. അപ്പോൾ അത് എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ ഇതൊന്നും ഞാൻ കാണാൻ പോറില്ല. അവർ ചെയ്തത് തെറ്റായി, തവണ സയനൈഡ് കഴിച്ച് തൂങ്ങി ചത്തു. അത് റോമൻ കാത്തലിക്കും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. തൂങ്ങി ചാവേണ്ട രീതിയിലുള്ള എല്ലാ തെറ്റും വിപരീതം. ഞങ്ങൾ തെറ്റ് മുറുകെ പഠിക്കൂ. തെറ്റ് ചെയ്യണ വഷളന്മാരായ അധികം സംസാരിക്കുന്നവരും തെറ്റ് ഞങ്ങൾ വിപരീതം ചെയ്യുള്ളൂ. എന്ത് ശരി കേട്ടാലും ഞങ്ങൾ തെറ്റ് റിപ്പീറ്റ് ചെയ്യുള്ളൂ എന്ന് പറയണം. മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് ഇത് പറയുമോ? ഇല്ല. അവർ റോമൻ കാത്തലിക്സ് ശരിയാണെന്ന് വിചാരിച്ചിരിക്കണം. അവർ ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ അടി കൂടി ഇത് ചെയ്യണമല്ലോ. ജൂയിഷ് ആൾക്കാർ റോമൻ കാത്തലിക്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊല്ലാൻ പോകണല്ലോ. പീസ്ഫുള്ളായിട്ട് നിൽക്കണോ? പീസ്ഫുൾ എന്ന് സ്ട്രെങ്തൻ നേച്ചറാണ്. അവിടെ വിഡിത്തം വെറുതെ വാലടിച്ച് അവരെ പറയിപ്പിച്ച് അധികം സംസാരിക്കുന്ന വഷളന്മാർ. ഞങ്ങൾ ഈ വിഡിത്തം ചെയ്യുള്ളൂ, ആ വിപരീതം ചെയ്യുള്ളൂ, ഞങ്ങൾ അതിന് മുറുകെ പിടിച്ചായിരുന്നു കൂട്ടി വാങ്ങി, ഏതാണ് ഞങ്ങളെ പെരുമാറ്റം പറയുമ്പോൾ ഇത് എവിടുത്തെ പെരുമാറ്റമെന്ന് ഞാൻ ചോദിക്കണം. അപ്പോൾ എന്നിട്ട് ഇങ്ങനെയുള്ളവർ അധികം സംസാരിക്കുന്നവരോടും സംസാരിക്കാത്തവരോടും കുടിച്ച് ഡഗടിച്ചടക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. അവരോട് നിങ്ങൾ പറയിപ്പിച്ചിട്ടും സംസാരിക്കുമ്പോൾ ആരും പറയിപ്പിക്കാണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ കുടിച്ച് നടക്കുന്ന വയസ്സന്മാരിത് പറയും. പഴകിയവരെ അനുകരിക്കണല്ലേ, പഴകിയവരുടെ പേര് എൻ്റെ മുഖത്ത് നോക്കി പറയണല്ലേ. പഴകിയവരെ അനുകരിക്കുന്നവർ പല വീടുകളുമുണ്ട്. അപ്പോൾ ആ വീട്ടിലല്ല അത്. അപ്പോൾ അതങ്ങനെയാണ്. നിങ്ങൾ ലാച്ചിട്ട ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ ചോദിക്കുക, നിങ്ങൾക്ക് എന്താ പേടി, എന്താണ്, എത്ര 1 തൊട്ട് 10 വയസ്സ് വരെ എന്തായിരുന്നു കുഴപ്പം, 11 തൊട്ട് 20 വയസ്സ് വരെ എന്തായിരുന്നു കുഴപ്പം, അല്ലെങ്കിൽ ബാക്കി 4 വർഷം വൃത്തികെട്ട സ്ഥലത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ 27, 30, 34 വർഷം ഒഴിഞ്ഞില്ല, അതിനോട് സംസാരിക്കുള്ളൂ. അത് അങ്ങനെ വിചാരിച്ചിട്ട് എന്താ കാര്യം? മുഖത്ത് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അത് അധികം നിങ്ങൾക്ക് സംസാരം ഉണ്ടാകാൻ നിങ്ങൾ പട്ടികളെ കണ്ട് ഓടുന്നത് പോലെ അങ്ങനെ ഓടരുത്. മുഖത്ത് നോക്കി ആരും പറയിപ്പിക്കാണ്ട് സംസാരിക്കുക. അല്ല മനസ്സിലാക്കാൻ പഠിക്കുക. അത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഗടിയെ ഇഷ്ടമാണ്, മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സ്വന്തം വീട്ടിൽ അരുന്നൂട്ടി വാങ്ങി 90 വയസ്സായി മോഹൻലാൽ, അവൻ്റെ അമ്മയും 8-3-8-3 27 11 65 69 73 വയസ്സിലൊക്കെ ചാവുന്നത് ഹതഭാഗ്യമാണ്. വീണ് കോണിപ്പടിയിൽ നിന്ന് കിട്ടും. അവരിപ്പോൾ ഒന്നും പറയില്ല. ഹിന്ദുസ് റോമൻ കാത്തലിക്സിനെ കുഴിയിൽ ചാടിക്കണോ, റോമൻ കാത്തലിക്സ് മുസ്ലിംസിനെ കുഴിയിൽ ചാടിക്കണോ എന്ന് പറഞ്ഞാൽ എന്നറിയില്ല. കിട്ടി പോയി എന്ന് പറഞ്ഞാൽ അവർ വേറെ തട്ടും, അത്ര തന്നെ. അവരോട് പടുപിടികൾ ഉപദേശിച്ച് വയ്ക്കാൻ പോയതല്ലേ, സ്വന്തം വീട്ടിലായിരുന്നു ഊട്ടി വാങ്ങാൻ. അതിൻ്റെ ആവശ്യമില്ല. കള്ളും കുടിച്ചിട്ട് അകടിച്ച് നടക്കണം. അവർക്ക് ഇറങ്ങിയിരിക്കണവരാണ്. സ്വന്തം തലയുടെ ഇപ്പോഴും മാറ്റിയിട്ടില്ല. പിന്നെ മാറിയിട്ട് കാര്യമുണ്ടോ? കുടിച്ചിട്ട് അകടിച്ചിരുന്ന് കുട്ടിക്കും കഴിച്ച് പല രീതിയിലും വീട്ടിൽ ഫാമിലി തനിയന്മാർ കുറവുണ്ട്. മൂത്തവർ കടിഞ്ഞൂല് 2 ഭാഗത്തും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. മനസ്സിലാക്കാൻ പഠിക്കുക. അല്ലാണ്ട് കുടിച്ചിട്ട് അക്കടുക്കുന്ന ട്രാൻസ്ജെൻഡറും ഗാൻഡുകളും മറ്റേതും ഇത് പഴയോ
ഇല്ല. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് മറവി രോഗം ഉണ്ടാവും. നിങ്ങൾ എന്നെ എല്ലാവരും അറിയണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അറിയണത്തോളം മതി. എന്നെ നിങ്ങളങ്ങനെ വിളിക്കുമെങ്കിൽ തോന്നണമില്ല. അറിയും നിങ്ങൾ ഇപ്പോൾ മുടി വെട്ടിയിട്ടുണ്ടോ പറയണ്ട അറിയാത്തതോ, അല്ലെങ്കിൽ വേറെ ഓണർ എന്ന് പറയുമ്പോൾ വരാറുണ്ട്. അത് നിങ്ങൾ പറയിപ്പിച്ചാണെങ്കിലും രാത്രി വായ തുറക്കുന്നതൊന്നും അറിയില്ലായിരിക്കും. പലരെയും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അത് നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ അവസ്ഥ. ഇപ്പോൾ മുടി വളർത്തി അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, വീണ്ടും അറിയില്ല, കുറേ നാൾ അറിയില്ല. അപ്പോൾ അത് സ്വാഭാവികമാണ്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പം മനസ്സിലാക്കാൻ പഠിക്കാൻ എന്താ